നല്ല ഫിക്ർ ചിന്തയുണ്ടായി, അതിലൂടെ നല്ല ദിക്റുണ്ടായി, ദിക്ർ അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ ഉണ്ടായി, സദാസമയം അള്ളാഹു എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള മുറാഖബ, റബ്ബെന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ റബ്ബിന്റെ നിരീക്ഷണത്തിലാണ് എന്ന ബോധത്തോടുകൂടി ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം ചിട്ടബദ്ധമാകും. അപ്പോഴാണ് നമുക്ക് തഖ്വയുണ്ടാവുക. ആ തഖ്വയുണ്ടാകാനുള്ള കുറെ അമലുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്ന് നമസ്കാരമാണ്, മറ്റൊന്ന് നോമ്പാണ്. കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. പൂർവഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെ മണിക്കൂറുകൾ പട്ടിണി കിടക്കുന്നത് ശാരീരികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, തഖ്വയുണ്ടാകാൻ വേണ്ടിയാണ്. തഖ്വ, അപ്പോ നോമ്പ് തഖ്വക്ക് വേണ്ടിയാണ്. നോമ്പ് അടുത്ത് വരികയാണ്, വെളിപ്പാട് അകലെയാണ്. നോമ്പിലൂടെ നമ്മൾ ലക്ഷ്യമാക്കേണ്ടത് ഏതാണ്? നോമ്പിന്റെ ദിനരാത്രങ്ങളിലൂടെ ലക്ഷ്യമാക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങളെ മുഴുവനും സ്ഫുടീകരിച്ച് നല്ല ആത്മാവിനെ ശുദ്ധമാക്കി നഫ്സുൻ മുത്മഇന്നയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മുടെ നോമ്പ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ വ്രതമനുഷ്ഠിക്കുകയും നാക്കിൽ നിന്ന് വരുന്നത് മോശം, ചിന്തയിൽ നിന്ന് വരുന്നത് മോശം, നമ്മുടെ സ്വഭാവം മോശം, പ്രവർത്തനങ്ങൾ മോശം. അതുകൊണ്ടൊരു കാര്യമില്ല. അത് വെറും പട്ടിണിയാണ്. ആ പട്ടിണി കൊണ്ട് അള്ളാഹുവിന് ഒരു ആവശ്യവും നമ്മളെ കൊണ്ടില്ല. നമ്മൾ അങ്ങനെ പട്ടിണി കിടണമെന്ന് അള്ളാഹു താലാക്ക് ആവശ്യമില്ല. വെറും പാവപ്പെട്ടവന്റെ പട്ടിണിയുടെ വേദന അറിയൽ മാത്രമല്ല നോമ്പിന്റെ ലക്ഷ്യം. നോമ്പിന്റെ ലക്ഷ്യം നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ച് നമ്മുടെ ആത്മാവിനെ സ്ഫുടീകരിക്കലാണ്. അപ്പോ നോമ്പ് എന്തിനു വേണ്ടി? ആ ലക്ഷ്യം സാക്ഷാത്കൃതമാകുന്നുണ്ടോ? കഴിഞ്ഞ നോമ്പിലൂടെ ഒരു മാസം നോമ്പ് അനുഷ്ഠിച്ചു, അതിലൂടെ അത് സാധ്യമായിട്ടുണ്ടോ? ഇനി വരാൻ പോകുന്ന നോമ്പിലൂടെ അത് സാധ്യമാകുമോ? ചിന്തകളാണ് മനുഷ്യനെ കൂടുതൽ ദിക്റിലേക്ക് എത്തിക്കുക. നമ്മെ മാറ്റുന്നത് നമ്മുടെ ചിന്തകളാണ്. ഒരു സമൂഹവും സ്വയം മാറ്റത്തിന് വിധേയമാകാതെ അള്ളാഹു അവരെ മാറ്റുകയില്ല. മാറ്റം വരേണ്ടത് മനസ്സുകളിൽ നിന്നാണ്. മനസ്സുകളിൽ മാറ്റമുണ്ടാകുമ്പോൾ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. മനസ്സിന് മാറ്റമുണ്ടാകുന്നത് ഫിക്റിലൂടെയാണ്, ചിന്തയിലൂടെയാണ്. നല്ല ചിന്ത, നേരായ ചിന്തയുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. അപ്പോൾ കഴിഞ്ഞ കാല അമലുകളിൽ എന്തെങ്കിലും സ്ഖലിതങ്ങളോ കുറവുകളോ സംഭവിച്ചു പോയിട്ടുണ്ടോ എന്ന് സ്വയം ചിന്തിക്കേണ്ടതും, ഇനിയും ഞാൻ ഉയരേണ്ടതുണ്ട്, വളരേണ്ടതുണ്ട്, ഞാൻ നഫ്സുൻ മുത്മഇന്നയിലേക്ക് എത്തേണ്ടതുണ്ട് എന്നുള്ള ബോധം നമുക്കുണ്ടാവേണ്ടത് ഈ റമളാനിന് മുമ്പാണ്. എന്താണ് റമളാനിന്റെ മുന്നൊരുക്കം എന്ന് പറയുന്നത്? റമളാന്റെ മുന്നൊരുക്കം എന്ന് പറയുന്നത് നാം റമളാനിന് വേണ്ടി നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തലാണ്. വീടും പള്ളിയും വൃത്തിയാക്കലും പെയിന്റ് അടിക്കലും മാത്രമല്ല, അത് ബാഹ്യമായ ശുദ്ധീകരണം മാത്രമാണ്. ആന്തരികമായ സംശുദ്ധീകരണം വരേണ്ടതുണ്ട്. അതാണ് ചിന്തകൾ, ഒരുക്കങ്ങൾ. അതാണ് മനസ്സിനെ സന്നദ്ധമാക്കി നിർത്തുക. മനസ്സിനെ എങ്ങനെയാണ് സന്നദ്ധമാക്കി നിർത്തേണ്ടതുണ്ട്? ഒരു ഒഴുക്കിനനുസരിച്ചുകൊണ്ട് റമളാൻ വരികയാണ്. അതുകൊണ്ട് ആ റമളാനിൽ എല്ലാവരും നോമ്പ് നോക്കുമ്പം, പട്ടിണി കിടക്കുമ്പം ഞാനും നോമ്പ് നോക്കണം. എല്ലാവരും തറാവീഹിന് പോകുന്നുണ്ട്, ഞാനും തറാവീഹിന് പോകണം. എല്ലാവരും എഴുത്തിക്കാഫ് ഇരിക്കുന്നുണ്ട്, രാത്രിയിൽ ഞാനും എഴുത്തിക്കാഫ് ഇരിക്കണം. ഒന്നും ഒരു ആഘോഷമല്ല, എല്ലാം ആത്മപ്രധാനമാണെന്ന് മനസ്സിലാക്കണം. എഴുത്തിക്കാഫ് ആഘോഷമല്ല, നോമ്പുതുറ ആഘോഷമല്ല, തറാവീഹ് ആഘോഷമല്ല. അതെല്ലാം ആത്മപ്രധാനമാണ്. ആത്മാവിനെ ശുദ്ധി വരുത്താത്ത എല്ലാ പ്രവർത്തനങ്ങളും ശൂന്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് അതിനെ മനസ്സിനെ ഒരുക്കി വെക്കണം. എങ്ങനെയാണ് എന്റെ തഖ്വ വർദ്ധിപ്പിക്കുക? എങ്ങനെയാണ് എനിക്ക് മുത്തഖിയാകാൻ കഴിയുക? നോമ്പിന്റെ ലക്ഷ്യമായി പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറയുന്നത് ലഅല്ലക്കും തത്തഖൂൻ എന്നാണല്ലോ. തഖ്വയുണ്ടാക്കണം. വരാൻ പോകുന്ന ദിനരാത്രങ്ങളെ, അത് വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന 29-30 ദിവസമാണ്. വരുന്ന ബുധനാഴ്ചയോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയോ നോമ്പ് ആരംഭിക്കുകയാണ്. അടുത്ത വെള്ളിയാഴ്ച നമ്മൾ റമളാനിലായിരിക്കും. അല്ലാഹു റമളാനിലേക്ക് നമ്മളെ എത്തിച്ചു തരുമാറാവട്ടെ. നിരന്തരമായ പ്രാർത്ഥന അനിവാര്യമാണ്. റമളാനിൽ തഖ്വയോടുകൂടി നോമ്പനുഷ്ഠിക്കുവാനും സ്വാലിഹായ അമലുകൾ ചെയ്യുവാനുമുള്ള സൗഭാഗ്യം ലഭിക്കണം, തൗഫീഖ് ലഭിക്കണം. തൗഫീഖ് അല്ലാഹുവിൽ നിന്നുള്ളതാണ്. സ്വീകാര്യമായിരിക്കണം നമ്മുടെ നോമ്പുകൾ. ദിനരാത്രങ്ങൾ സ്വീകാര്യമായിരിക്കണം. തറാവീഹും മറ്റു രാത്രിയിലെ ഖിയാമുൽ ലൈലും നമസ്കരിക്കാൻ കഴിയണം. നോമ്പ് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായിരിക്കണം. അതിനുവേണ്ടി നിരന്തരം അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ആ ദുആയാണ് പടച്ചവനെ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി എനിക്ക് നോമ്പനുഷ്ഠിക്കുവാനുള്ള തൗഫീഖ് നീ നൽകണമേ എന്ന് മനസ്സുരുകിക്കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യണം.
ജീവിതത്തിലെ ഒരുപാട് തിരക്കുകൾ നമുക്ക് വരും. പ്രത്യേകിച്ച് കച്ചവടക്കാരൊക്കെ ആകുമ്പോ റമദാനിൽ പലർക്കും പല തിരക്കുകളും വരും. തിരക്കുകളിൽ വീണുപോവാതെ സമയം റബ്ബിന് വേണ്ടി നീക്കി വെക്കാനുള്ള സൗഭാഗ്യമുണ്ടാകണം, തൗഫീഖ് ഉണ്ടാകണം. തൗഫീഖ് അല്ലാഹുവിൽ നിന്നാണ് ലഭിക്കേണ്ടത്. അപ്പോ ജീവിതത്തെ ഇപ്പൊ തന്നെ ചിട്ടപ്പെടുത്തുക. റമദാനാണ് വരാൻ പോകുന്നത്, ഷെഡ്യൂൾ ചെയ്യുക. എന്തൊക്കെ ചെയ്യണം ഈ റമദാനിൽ, കഴിഞ്ഞ റമദാനിനേക്കാൾ കൂടുതൽ ഞാൻ എന്ത് ചെയ്യും, അതെല്ലാം തീരുമാനിക്കണം പ്രിയമുള്ളവരെ. അതിനുവേണ്ടിയുള്ള ചിന്തകളെ രൂപപ്പെടുത്തേണ്ട സമയമാണ് റമദാൻ വെളിപ്പാട് അകലെയെത്തി നിൽക്കുന്ന ഈ ദിവസങ്ങൾ. നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. അത്താഴത്തിന് വേണ്ടി, അത്താഴം സുന്നത്താണ്, അത്താഴത്തിന് വേണ്ടി നേരത്തെ എഴുന്നേൽക്കാൻ സന്നദ്ധമാകുക. നേരത്തെ എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കുക. തഹജ്ജുദ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫർദ് നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ റബ്ബിന് പ്രിയപ്പെട്ട നമസ്കാരമാണ്. അതുകൊണ്ട് തഹജ്ജുദ് ഒരിക്കലും ഒഴിവാക്കാതിരിക്കുക, ജീവിതത്തിൽ ശീലമാക്കുക. നിയ്യത്ത് ചെയ്യുക ഇപ്പോൾ തന്നെ, ഞാൻ നേരത്തെ എണീറ്റ് തഹജ്ജുദ് നമസ്കരിച്ച് അത്താഴം കഴിച്ച് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് സുബഹയ്ക്ക് ബാങ്ക് വിളിക്കുന്നത് കേട്ട് ആ സുബഹ് നമസ്കാരത്തിന് വേണ്ടി ജമാഅത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരും എന്ന് തീരുമാനിക്കുക. പരിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ട മാസമാണ് ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. റമളാൻ മാസം പരിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ട മാസമാണ്. ആ റമളാൻ മാസത്തിൽ മനുഷ്യർക്ക് സന്മാർഗ ദർശനം നൽകുന്ന, വഴികാട്ടിക്കൊടുക്കുന്ന പരിശുദ്ധ ഖുർആന്റെ അവതരണം ഉണ്ടായ മാസം. അതുകൊണ്ട് റമളാൻ ഖുർആന്റെ മാസമാണ്. ഖുർആൻ പാരായണം ചെയ്യാനും പഠിക്കാനും ഉപയോഗപ്പെടുത്തേണ്ട മാസമാണ് വിശുദ്ധമായ റമളാൻ മാസം. ഖുർആനുമായിട്ട് എത്ര കണ്ട് നമുക്ക് ബന്ധമുണ്ട് എന്നുള്ളത് സ്വയം ആലോചിച്ചു നോക്കുക. ഖുർആൻ പഠിക്കാൻ സമയം കിട്ടുക, തഫ്സീറുകൾ ഇവിടെയുണ്ട്, പഠിക്കാനുള്ള അവസരങ്ങൾ കണ്ടെത്തുക, വായന പഠിക്കുക, ആശയം പഠിക്കുക, അർത്ഥം പഠിക്കുക. കാന ഖുലുഖുഹു വൽ ഖുർആൻ, റസൂലുള്ളാഹിന്റെ സ്വഭാവം ഖുർആൻ ആയിരുന്നു എന്നാണ് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് ഖുർആൻ പാരായണത്തിന് മാത്രമുള്ളതല്ല, ഖത്മ് തീർക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, അത് ജീവിതത്തിലേക്ക് പകർത്തുവാനുള്ളതാണ്. മനുഷ്യന്റെ വൈയക്തികമായ, കൗടുംബികമായ, സാമൂഹികമായ, രാഷ്ട്രീയമായ, സാമ്പത്തികമായ സകലമാന വിഷയങ്ങൾക്കും പ്രശ്നപരിഹാരം പരിശുദ്ധ ഖുർആനിലുണ്ട് എന്നുള്ളത് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അത് മനസ്സിലാക്കണമെങ്കിൽ ഖുർആന്റെ ആശയ തലങ്ങളിലേക്ക് നമ്മൾ കടക്കണം. അതുകൊണ്ട് രാവും പകലും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് ജീവിതത്തിലെ റമളാൻ മാസത്തില് അത് ശീലമാക്കി കൊണ്ടുവരണമെന്ന് സ്വന്തത്തോടും പ്രിയപ്പെട്ടവരോടും ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ എല്ലാ ദുഹാ നമസ്കാരം സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് മുതൽ ളുഹറിന്റെ നമസ്കാരം വരെയുള്ള വിശാലമായ ഒരു സമയത്ത് ചുരുങ്ങിയത് 2 റക്അത്ത്, വർദ്ധിപ്പിച്ചാൽ 8 റക്അത്ത് ദുഹാ നമസ്കാരം ശീലമാക്കുക. ളുഹർ മുതലുള്ള എല്ലാ നമസ്കാരങ്ങളും ജമാഅത്തായിട്ട് നിസ്കരിക്കുക. ളുഹറും അസറും മഗ്രിബും ഇശായും എല്ലാം. നോമ്പുതുറ നേരത്തെയാക്കൽ സുന്നത്താണ്. അത്താഴം പിന്തിക്കുന്നത് പോലെ, അത്താഴം പിന്തിക്കാന്ന് പറഞ്ഞാൽ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ്, സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് നേരത്തെ അത്താഴം കഴിച്ചിട്ട് കിടക്കുന്നതിനേക്കാളും, തറാവീഹ് കഴിഞ്ഞിട്ട് അത്താഴം കഴിച്ചിട്ട് കിടക്കുന്നതിനേക്കാളും ഉത്തമം കിടന്നിട്ട് എണീറ്റിട്ട് സുബഹിന്റെ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പായിട്ട് അത്താഴം കഴിക്കൽ, അത്താഴം പിന്തിക്കൽ സുന്നത്താണ്. നോമ്പ് തുറയെ നേരത്തെയാക്കൽ എന്ന് പറഞ്ഞാൽ മഗ്രിബിന്റെ നോമ്പ് തുറക്കലല്ലോ. മഗ്രിബ് ബാങ്ക് കൊടുത്ത ഉടനെ നോമ്പ് തുറക്കൽ സുന്നത്താണ്. ഉടനെ, വല്ലാതെ ബന്ധിക്കരുത്. യാത്രയിലാണെങ്കിലും മറ്റും ഏറ്റവും നല്ല സുന്നത്ത് കാരക്ക കൊണ്ടാണ്. കാരക്കയോ ഈത്തപ്പഴമോ ഉപയോഗിക്കുക, അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കുക. രണ്ടും ഉപയോഗിച്ചാൽ നന്ന്. പിന്നെ തറാവീഹ് നമസ്കാരം ഒഴിവാക്കാതിരിക്കുക. തറാവീഹ് നമസ്കാരം റമളാനിന് വേണ്ടി മാത്രമുള്ള സുപ്രധാനമായ സുന്നത്ത് നമസ്കാരമാണ്. വിത്റും പതിവാക്കുക. രാത്രിയിലുള്ള നമസ്കാരത്തിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു, അതും ശീലമാക്കുക. അങ്ങനെ അള്ളാഹുവിലേക്ക് ധാരാളമായിട്ട് അടുക്കുവാൻ നമ്മൾ ശ്രമിക്കുക. ഈ റമളാനെ അതിനുവേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതിനുവേണ്ടി നമ്മൾ ഷെഡ്യൂൾ ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ മറ്റുള്ള തിരക്കുകൾ മുഴുവനും മാറ്റിവെക്കുക. ഡ്രസ്സ് എടുക്കുന്നത് അവസാനത്തേക്ക് മാറ്റിവെക്കാതെ റമളാനിന്റെ മുമ്പാക്കി കഴിഞ്ഞാൽ നല്ലതാണ്. അവസാനത്തെ 10 ഇഅ്തികാഫിലാവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചിരിക്കുക. എല്ലാം പുണ്യമുള്ള കാര്യമാണ്. വരും ദിനങ്ങളിൽ നമുക്കത് വിശദീകരിക്കാം. സർവശക്തനായ റബ്ബ് റമളാനിനെ ആദരിക്കുന്നവരിലും അതിനെ വേണ്ട വിധം ഉപയോഗപ്പെടുത്തുന്നവരിലും നമ്മൾ